അന്നത്തെ ജയിലിന്റെ അവസ്ഥയും ഇന്ന് ഈ മാറിയ സാഹചര്യത്തിൽ ഈ ജയിലുകളെ ഇന്നത്തെ ജയിലിന്റെ അവസ്ഥയെ നോക്കുമ്പോൾ വളരെയധികം പരിതാപകരമായിരിക്കുന്നു. എന്തെന്നാൽ എപ്പോഴും അടിയും അക്രമവും ഭക്ഷണമില്ലായ്മയും ദുഃഖങ്ങളും തന്നെയാണ്. എന്തെന്നാൽ സാധാരണക്കാരനെ ചോദിക്കുന്നതിനും കേൾക്കുന്നതിനും അവരുടെ ദുഃഖങ്ങൾ കേൾക്കുന്നതിനും വഴിയില്ലാത്ത കാലമായി പോയി. ആയതുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രൈം മിനിസ്റ്റർക്കും അതോടൊപ്പം ജനാധിപതിക്കും കത്തുകൾ അയച്ചിരിക്കുകയാണ്. കുറ്റം ചെയ്യാത്ത ഞങ്ങളെ അനധികൃതമായി പിടിച്ച് ജയിലിൽ വസിപ്പിക്കുന്നതിനും ഇങ്ങനെയുണ്ട് ഞങ്ങളെ കാലതാമസപ്പെടുത്തുന്നതിനും കത്തുകൾ പോയിരിക്കുകയാണ്. അവിടെ നിന്ന് നീതി കിട്ടിക്കഴിഞ്ഞാൽ ഞങ്ങൾ ഇവിടെ നിന്നും ഇറങ്ങുന്നതാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. തോമസ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളാണ് ഇവിടെ പങ്കുവെച്ചത്. നമുക്ക് രാമകൃഷ്ണനോട് ചോദിക്കാം. അദ്ദേഹം 3 വർഷമായി ഈ ജയിലിലേക്ക് വന്ന ഒരാളാണ്. അദ്ദേഹം ഈ ജയിലിലെ പുതിയ മാറ്റങ്ങൾ എങ്ങനെ നോക്കിക്കാണുന്നു? അതാണ് ഞങ്ങൾക്ക് അറിയുന്നത്. ഒട്ടനവധി മാറ്റങ്ങൾ ഈ ജയിലുണ്ടായിട്ടുണ്ട്. വരുന്ന നമ്മളിവിടെ വന്ന മാനസികാവസ്ഥയല്ല തിരിച്ചു പോകുന്നത്. അന്ന് എന്റെ മനസ്സിലൊക്കെ ഒരു കുറ്റവാളിയുടെ മനസ്സായിരുന്നു. ഇന്ന് ഒട്ടനവധി മാറിയിട്ടുണ്ട്. ഈ ജയിൽ ഇന്നത്തെ അന്തരീക്ഷം എൻവയോൺമെന്റ് ഏറ്റവും നന്നായിരിക്കുന്നു. കാരണം കുറ്റവാളികളെ പോലെയല്ല നമ്മൾ കാണുന്നത്. പലരും ഈ വാർഡിനടക്കം സഹോദരന്മാരെ പോലെയാണ് നമ്മളോട് പെരുമാറുന്നത്. തീർച്ചയായിട്ടും ഒരു വലിയ മാറ്റം തന്നെ ജയിലിനകത്ത് ഉണ്ടായിട്ടുണ്ട്. അതെ, തീർച്ചയായും നമ്മുടെ ഒരു കാലത്ത് നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരുപാട് പേര് നമുക്ക് സാക്ഷിയാക്കേണ്ടി വരുന്ന നമ്മുടെ ജീവികൾ. ആ ജീവികൾ ഇന്ന് തൊഴിൽപരിശീലനത്തിന്റെയും കൗൺസിലിംഗിന്റെയും തുടർ വിദ്യാഭ്യാസത്തിന്റെയും ഒക്കെ കേന്ദ്രങ്ങളായി മാനസിക പരിവർത്തനത്തിനുള്ള കേന്ദ്രങ്ങളായി മാറിത്തീരുന്നത് തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. തീർച്ചയായും അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട DGP അദ്ദേഹം ഇവിടെയുണ്ട്. അദ്ദേഹം എനിക്കിതിനകത്ത് പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. കാരണം ഞാനിത് പുതിയതായിട്ടൊന്ന് ചാർജ് എടുത്തതാണ്. ഞാനിത് നോക്കിയും കണ്ടൊക്കെ പഠിച്ചിട്ട് വരികയാണ്. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതുപോലെ ഞങ്ങൾ ഇവരെ കൊണ്ടൊക്കെ ചപ്പാത്തിയും മറ്റേ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി അതിന്റെ വ്യാപാരങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവരെ കണ്ട് പ്രത്യേകിച്ച് എനിക്ക് കുറച്ച് ഭയവുമുണ്ട്. ഇവരിങ്ങനെയൊക്കെ എന്തെങ്കിലും പറഞ്ഞിരുന്നാലും ദേഹോപദ്രവം ചെയ്യുമോ എന്നൊക്കെ ഞാൻ ചിന്തിക്കുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തിയിട്ട് പിന്നെ മറ്റുള്ള അഭിപ്രായങ്ങളിലേക്ക് വേണ്ടി പോകാമെന്ന് ഞാൻ വിചാരിക്കും. നമ്മുടെ പഴയ DGP ഒരുപാട് മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതെന്നും എല്ലാവർക്കും അറിയാം. അതൊക്കെ അനുഭവവേദ്യമായിട്ടുള്ള നമ്മുടെ ജയ്പാലൻ കൂടിയുണ്ട്. ഇവിടെ വിയ്യൂർ സെൻട്രൽ ജയിലിലെ 253 തടവുകാരാണ് ഇവിടെ ഉള്ളത്. ഇതിൽ പലരും അവരുടേതായ അല്ലാതെ കാരണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഒരു കയ്യബദ്ധം കൊണ്ടും വന്നു പോയ ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവരെ സമൂഹത്തിൽ പിന്നെയും പുനരധിഷ്ഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളും ജയിൽ അധികൃതർ ഭാഗത്തിൽ നിന്ന് നടത്തുന്നുണ്ട്. ഇതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കൗൺസിലിംഗ് ആത്മാ ഫൗണ്ടേഷൻ അതുപോലെ തന്നെ മറ്റുള്ള പല സംഘടനകൾ മുഖാന്തരം തന്നെ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കുകയും അവരെ തിരിച്ച് ഈ സമൂഹത്തിൽ അംഗീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയായി മാറ്റി നീക്കാൻ വേണ്ടിയിട്ട് എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല ചെറുപ്പക്കാർക്ക് അവർ പിന്നീട്